ഹായ്, വെൽക്കം ബാക്ക് ടു അയ്യൻ്റെ കിച്ചൺ. മുംബൈ സ്ട്രീറ്റ് സൈഡ് ഫുഡായിട്ടുള്ള പാവ് ഭാജിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഭാജി നമുക്ക് ഉണ്ടാക്കാം. ബണ്ണ് പുറത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു കുക്കർ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ബട്ടർ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ ബട്ടറിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് വഴറ്റണമെന്നില്ല, സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെയും മാത്രം വഴറ്റിയെടുത്താൽ മതി. സവോള ഒന്ന് വഴറ്റി വന്നതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ വെളുത്തുള്ളി അല്പം കൂടുതലും ഇഞ്ചി അല്പം കുറവായിട്ടുമാണ് എടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം ഒക്കെ പോയതിനു ശേഷം ഇതിലോട്ട് 3 തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഫ്ലെയിം അല്പം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളി വഴണ്ട് ഒന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം തക്കാളി ഇതുപോലൊന്ന് വശങ്ങളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബട്ടർ ഇല്ല, അതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ നെയ്യിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ പാവ് ഭാജി മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് മസാലപ്പൊടികൾ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാപ്സിക്കം, കോളിഫ്ലവർ, പിന്നെ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മാത്രം 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ പച്ചക്കറികളും 1/2 കപ്പ് വീതമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മസാലയും പച്ചക്കറികളും കൂടിയിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ ഉണങ്ങിയ പച്ചപ്പട്ടാണി ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചപ്പട്ടാണി ഹാഫ് കുക്ക് ചെയ്തിട്ട് ഇതുപോലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മസാലയും പച്ചക്കറികളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പച്ചക്കറികൾ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. പാവ് ഭാജി മസാലപ്പൊടി നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇന്ന് ഞാൻ വാങ്ങിച്ച മസാലപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഞാൻ 1-2 മാസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാറുള്ള പാവ് ഭാജി മസാലപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പാവ് ഭാജി മസാല അടുത്ത തവണ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പച്ചക്കറി പ്രഷർ കുക്ക് ചെയ്യുന്നുണ്ട്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രഷർ മുഴുവൻ പോയതിന് ശേഷം മാത്രമാണ് ഇതൊന്ന് ഓപ്പൺ ചെയ്തത്. ഇതുപോലെ പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ പച്ചക്കറി ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാതെ നോക്കണം. ഇതിപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അധികം വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. ഇനി വേണം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാനായിട്ട്. ഒരു മത്ത് കൊണ്ട് ഇതുപോലൊന്ന് ഉടച്ചെടുത്താൽ മതിയാകും. പച്ചക്കറി കറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുത്ത് അല്പം സമയമെടുത്ത് ഇതുപോലൊന്ന് ഉടച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ഭാജിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഭാജിയിലോട്ടൊരു വറവ് ചേർത്ത് കൊടുക്കാനുണ്ട്. ബട്ടർ ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തോളൂ. ഞാനിതിപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് 1 ടീസ്പൂൺ മല്ലിയില അരിഞ്ഞതും 1 ടീസ്പൂൺ കസൂരി മേത്തിയും 1/2 ടീസ്പൂൺ പാവ് ഭാജി മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഭാജിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഭാജി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ബണ്ണ് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ടുള്ള ബണ്ണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ പുതിയ ഡേറ്റ് നോക്കി തന്നെയാണ് ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. തുറന്ന് നോക്കിയപ്പോഴാണ് അമളി പറ്റിയതറിഞ്ഞത്. ബണ്ണ് എപ്പോഴത്തെയും പോലെ ഇന്ന് സോഫ്റ്റ് ഇല്ല. ഇന്നാണ് ഇങ്ങനെ ഞാൻ പറ്റിക്കപ്പെട്ടത്. സാധാരണ എനിക്ക് നല്ല ബണ്ണ് തന്നെ കിട്ടാറുണ്ട്. ഇത്തവണ ഏതായാലും ഞാൻ ഇത് തന്നെ ഉപയോഗിക്കുന്നുണ്ട്.
ബണ്ണ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ച ഭംഗിയും ടേസ്റ്റും മാത്രം കിട്ടിയില്ല. ചൂടായ ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അരിഞ്ഞു വെച്ച മല്ലിയിലയും 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും 1/4 ടീസ്പൂൺ പാവ് ഭാജി മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബണ്ണ് വെച്ച് കൊടുത്തിട്ട് ബണ്ണിൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ ആകുന്ന രീതിയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഞാനിതിപ്പോൾ ബട്ടർ അല്പം കുറവായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ബട്ടറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ബണ്ണ് അത്ര ശരിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇന്ന് അല്പം പൊടിഞ്ഞു പോയത്. നല്ല ബണ്ണാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി പാവ് ബണ്ണും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാജിയും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് വിളമ്പിയെടുക്കാം. ഒരുപാട് പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ബാജി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിട്ട് നമുക്ക് കണക്കാക്കാം. സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികൾ തന്നെയാണ് ബാജി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ബണ്ണ് ഇത് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സാധാരണ ബണ്ണ് വാങ്ങി ഉപയോഗിച്ചാൽ മതി. ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.